ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 2019 അവസാനത്തിലും 2020 ആരംഭത്തിലുമായി കോവിഡ് മഹാമാരി നമ്മെ വലിഞ്ഞു മുറുക്കിയപ്പോൾ മനുഷ്യലോകം ഒന്നാകെ പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ മഹാമാരിയോടുകൂടി ലോകം ഒന്ന് മാറിമറിയും. മനുഷ്യൻ തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് നല്ല പ്രവൃത്തികൾ കൊണ്ട് പഴയ സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കുമൊക്കെ തിരിച്ചു വരുമെന്ന്. എന്നാൽ കോവിഡാനന്തര കാലഘട്ടത്തിൽ പഴയതിനേക്കാൾ കൂടുതൽ മോശമാണ് മനുഷ്യൻ്റെ അവസ്ഥ. അധികാരത്തിനും പണത്തിനും വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറിയിരിക്കുന്നു. യുദ്ധങ്ങളും കലഹങ്ങളും വെല്ലുവിളികളും സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നു. കലുഷിതമായ ഈ അന്തരീക്ഷത്തിൽ വ്യത്യസ്തമായ ജീവിതം നയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സമാധാനവും ശാന്തിയും വീണ്ടെടുക്കുവാനായിട്ട് ഓരോ ക്രൈസ്തവനും ഉത്തരവാദിത്വമുണ്ട്. അതവൻ്റെ കടമയുമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ചുകൊണ്ട്, ആത്മാവിൻ്റെ പ്രേരണയാൽ ജീവിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം വഴി മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിലൂടെ സാധ്യമാക്കിയെടുക്കുവാനായി സാധിക്കുമെന്ന് ഈ ഞായറാഴ്ചയിലെ വായനകളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകത്തിലെ 1-ാം വായനയിൽ ദൈവം നമുക്ക് പറഞ്ഞു തരികയാണ്: ഞാൻ നിന്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയുമായ വഴികൾ തുറക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് അവിടുത്തെ വാഗ്ദാനത്തിലേക്ക് നടന്നു നീങ്ങിയാൽ നീ അനുഗ്രഹീതമായ ഒരു ജനതയായി മാറും. മറിച്ചാണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് ശാപങ്ങളും വരുമെന്ന്. ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. 2-ാമത്തെ വായനയായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയാണ്: തമ്പുരാന്റെ സന്നിധിയിൽ വന്നിരുന്ന് അവൻ്റെ വാക്കുകൾ ശ്രവിക്കുവിനെന്ന്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന തമ്പുരാന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്കും ശാന്തിയും സമാധാനവും വിജയമെല്ലാം കടന്നു വരുമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമുക്ക് മാറാം. പ്രത്യേകിച്ച് ഒക്ടോബർ മാസം ജപമാലയുടെ മാസമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടിക്കൊണ്ട് ദൈവത്തോട് നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ പൂർവികരായിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. ദൈവത്തിനോട് ഓരോ പ്രവൃത്തികൾക്ക് മുമ്പും ആലോചന ചോദിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ഈ പരിശുദ്ധ ജപമാലയുടെ മാസത്തിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനും നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവൻ്റെ തൃപ്പാദങ്ങളിലിരുന്ന് അവനോട് പങ്കുവയ്ക്കുവാനും ശാന്തതയോടെ അവൻ്റെ വചനങ്ങൾ കേട്ട് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്: ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസൃതമായി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുമെന്ന്. ശരീരത്തിൻ്റെ ജഡമോഹങ്ങളല്ല, ആത്മാവിന് നല്ല ഫലങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാനായി മാമോദിസയിലൂടെയും സ്ഥൈര്യലവണത്തിലൂടെയും നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക്
കൊണ്ടുവരുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മനുഷ്യർക്ക് അസാധ്യമായ 2 കാര്യങ്ങൾ സാധിച്ചു നൽകിക്കൊണ്ട് സുവിശേഷത്തിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. ആരൊക്കെ തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവോ, ആരൊക്കെ ഈശോയുടെ വാക്കുകൾ ശ്രമിക്കുന്നുവോ, വിശ്വാസത്തോടുകൂടി ഈശോയെ സമീപിക്കുന്നുവോ, അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരികെ ലഭിക്കുമെന്ന്. ഈശോയുടെ പക്കലേക്ക് സിനഗോഗിലെ അധികാരിയായ ജൈറോസ് വരികയാണ്. അവൻ്റെ ആവശ്യം രോഗാവസ്ഥയിൽ കിടക്കുന്ന തൻ്റെ മകൾക്ക് സൗഖ്യം വേണമെന്നാണ്. ജൈറോസിൻ്റെ ആവശ്യം മനസ്സിലാക്കി അവൻ്റെ കൂടെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ യാത്ര ചെയ്യുകയാണ്. ഈശോ അവൻ്റെ കൂടെ പോകുമ്പോൾ ഈശോയെപ്പറ്റി കേട്ടറിഞ്ഞ ധാരാളം ജനങ്ങൾ അവൻ്റെ ചുറ്റും കൂടുകയാണ്. ഈശോ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നവനാണ്, അപ്പം വർദ്ധിപ്പിക്കുന്നവനാണ്. അപ്പോൾ ഈശോയിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതം കാണുവാനായിട്ട് ജനം തിക്കിക്കൂടുകയാണ്. അവിടെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ, തീഷ്ണമായ വിശ്വാസത്തോടെ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ അവനെ സമീപിക്കുകയാണ്. രക്തസ്രാവമുള്ള ആളുകൾ ഈശോയുടെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് വിലക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സമൂഹത്തിന് മുമ്പാകെ വന്നു നിൽക്കുവാൻ സാധിക്കാത്ത വ്യക്തികളാണ്. പക്ഷേ ഈശോയെ സമീപിച്ച് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പയിൽ നിന്ന് സ്പർശിച്ചാൽ സൗഖ്യം കിട്ടുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ആ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ സമീപിച്ച് അവൻ്റെ വസ്ത്രത്തിൽ വിശ്വാസത്തോടെ തൊടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സമൂഹം മുഴുവനും ഈശോയുടെ അത്ഭുതം കാണണമെന്നുള്ള ആഗ്രഹത്തോട് വരുമ്പോൾ, ഈശോയിൽ നിന്ന് സൗഖ്യം നേടണം, അല്ലെങ്കിൽ അവൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നേടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു സ്ത്രീ സമീപിക്കുകയാണ്. ജനക്കൂട്ടം തിങ്ങിക്കൂടുന്നത് അത്ഭുതങ്ങൾ കാണുവാനാണെങ്കിൽ ഒരുവൾ മാത്രം ആ അത്ഭുതം തൻ്റെ ജീവിതത്തിലേക്ക് നേടുവാനായിട്ട് എത്തുകയാണ്. തീഷ്ണമായ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ഈശോയെ സമീപിച്ച് തൊടുന്നവൾക്ക് അവളുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കി ദൈവം സൗഖ്യം നൽകുകയാണ്. നമ്മളും പലപ്പോഴും ഈ ജനക്കൂട്ടത്തെ പോലെയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തുചേരാറുണ്ട്, ഒന്നിച്ചു കൂടാറുണ്ട്, വലിയ സംഭവങ്ങൾക്ക് സാക്ഷികളാകാറുണ്ട്. പക്ഷേ തീഷ്ണമായ ആഗ്രഹത്തോടെയാണോ നാം ദേവാലയത്തിൽ പോകുന്നതും കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയിൽ നിന്നുമൊക്കെ ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ്. തീഷ്ണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ മുമ്പിലേക്ക് എത്തിയ അവളുടെ ജീവിതത്തിലേക്ക് സൗഖ്യം നൽകിയ തമ്പുരാൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അതേ വിശ്വാസത്തോടെ തമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുവാനും ആ വിശ്വാസത്തോടു കൂടി അവനെ സ്പർശിക്കുവാനും അവനിൽ നിന്ന് അത്ഭുതങ്ങൾ നേടിയെടുക്കുവാനും. അവൾക്ക് സൗഖ്യം നൽകി ഈശോ മുമ്പോട്ട് നീങ്ങുമ്പോൾ ജൈറോസിൻ്റെ വീട്ടിൽ നിന്ന് ആളുമെന്ന് പറയുന്നു, ഗുരുവിനെ ഇനിയും ശല്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ ഈശോ അവന് വാഗ്ദാനം നൽകുകയാണ്, നീ വിശ്വസിച്ചാൽ നിന്റെ മകൾ രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടെ ജൈറോസ് ഈശോയെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ജൈറോസിൻ്റെ ഭവനത്തിൽ ചെന്ന് മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ചുകൊണ്ട് അവൻ്റെ വലിയ വിശ്വാസത്തിന് ഈശോ പ്രതിഫലം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, 12 വർഷമായി ആർക്കും സൗഖ്യം നൽകാൻ സാധിക്കാതിരുന്ന രക്തസ്രാവക്കാരി സ്ത്രീയെ ഉയർപ്പിച്ചുകൊണ്ട് ജീവന്റെ മേല് എനിക്ക് അധികാരമുണ്ടെന്ന് ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചുകൊണ്ട് ഈശോ അസന്നിഗ്ധമായിട്ട് ജീവന്റെയും മരണത്തിന്റെയും നാഥൻ ഞാൻ തന്നെയാണെന്ന് നമ്മുടെ മുമ്പിൽ വിവരിച്ച് കാണിക്കുകയാണ്. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോയെ ആരാധിക്കുവാനും അവനോട് ചേർന്ന് നിന്ന് ഈ നാടുകളിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വക്താക്കളായി തീരുവാനും ഈശോ ക്ഷണിക്കുമ്പോൾ ഞായറാഴ്ച വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ നമുക്കും തീരുമാനമെടുക്കാം. ഈശോയെ പോലെ മറ്റുള്ളവരുടെ വേദനകളിൽ അവരെ സഹായിക്കുന്ന ഒരു നല്ല വ്യക്തിയായി ഞാൻ മാറുമെന്ന്. അധികാരത്തിനും പണത്തിനും വേണ്ടി മറ്റുള്ളവരുടെ മേലെ അധികാരം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയായി മാറാതെ എല്ലാവർക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഈശോയെ പോലെ മറ്റുള്ളവർ സ്നേഹിക്കുന്ന
മറ്റുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ആവശ്യങ്ങളിൽ സഹായം നൽകി തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും നൽകി നമ്മുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ വലിയ ക്രിസ്തീയ മാർഗം നമുക്ക് പറഞ്ഞു തന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാം. അധികാരത്തിനും പണത്തിനും വേണ്ടി ബഹളം വയ്ക്കുന്ന വ്യക്തികളാകാതെ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി തീരുവാനായിട്ട് ഈശോയെ ഞങ്ങളെ ശക്തരാക്കണമേ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഈ മത്സരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കാലഘട്ടത്തിൽ ഈശോയെ പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.